മുത്തശ്ശി പേടിക്കണ്ട, അവർ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും പേടിക്കണ്ട, പടിഞ്ഞാറേ നടയിൽ അന്തേവാസികൾക്കുള്ള ആശ്രമമുണ്ട്, മുത്തശ്ശിക്ക് അവിടെ താമസിക്കാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി ആ നടയിൽ നിന്ന് കരയാണ്. കരയുന്ന സമയത്ത് ആ തിരുനടയിൽ ഭയങ്കര ബഹളം, ആൾക്കൂട്ടവും. അതിൽ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, ഭഗവാൻ അത്താഴ പൂജയ്ക്ക് നേദിക്കാൻ വെച്ച പാൽപ്പായസം കാണാനില്ല. കൂട്ടുപുരയിൽ കയറിയെടുക്കാൻ മാത്രം ധൈര്യം ആർക്കാണുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയുടെ അരികിൽ നിന്ന് വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ അത്താഴപൂജയ്ക്ക് നേദിക്കാൻ വെച്ച പാൽപ്പായസമാണ് മുത്തശ്ശി ഇപ്പൊ കുടിച്ചു തീർത്തത്. അതാ കള്ളക്കണ്ണൻ തന്നെ കൊണ്ടുവന്ന് തന്നതല്ലേ ചോദിക്കുകയാണ്. നിറകണ്ണുകളോടെ ഭഗവാനെ വിളിക്കുക മുത്തശ്ശി, ഭഗവാൻ അങ്ങാണോ എൻ്റെ അരികിൽ വന്നു പോയത്? നിറഞ്ഞ കണ്ണുകളോടെ മുത്തശ്ശി തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അരികിൽ നിന്ന് വൃദ്ധനെയും കാണാനില്ല. ഇതെന്താണ് കണ്ണ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും തന്നെ അറിയുന്നില്ലല്ലോ എൻ്റെ കണ്ണ, ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചു. ആ ഭഗവാനെ വിളിച്ച വിളിയിൽ മുത്തശ്ശിക്ക് ഓർമ്മ വന്നു. തൻ്റെ അരികിൽ നിന്ന് വൃദ്ധൻ പറഞ്ഞില്ലേ, പടിഞ്ഞാറേ നടയിൽ അന്തേവാസികൾക്ക് ആശ്രമമുണ്ടെന്ന്, ഇവിടെ താമസിച്ചോളാൻ അല്ലേ ഭഗവാൻ പറഞ്ഞ്. എൻ്റെ ഭഗവാൻ, എൻ്റെ വാതാലയേശ, അങ്ങയോളം സുരക്ഷിതമായ കൈകൾ എനിക്ക് വേറെ എവിടെ കിട്ടും? എൻ്റെ കണ്ണ, അങ്ങ് എനിക്ക് കിടപ്പാടവും തന്നു, അങ്ങ് എനിക്ക് അന്നവും തന്നു. ഇനി സദാസമയം ഭഗവാൻ അങ്ങയെ ഭജിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കുമല്ലോ എൻ്റെ വാതാലയേശ, എൻ്റെ ഗുരുവായൂരപ്പ. മുത്തശ്ശി ആ ആധാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.